അന്തരിച്ച കലാഭവൻ നവാസിന്റെ വീടാണ് ആ കാണുന്നത്. അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഒരുപാട് സ്നേഹിതന്മാരും റിലേറ്റീവ്സും അതുപോലെ നാട്ടുകാരും അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ്. എത്ര വർഷമായി നിങ്ങളുടെ നാട്ടിൽ അദ്ദേഹം താമസിക്കാൻ തുടങ്ങിയിട്ട്? സ്ഥിരമായിട്ട് ഏതാണ്ട് ഒരു 7-8 വർഷമായി. 2 ദിവസം അദ്ദേഹത്തിന് ചെറിയൊരു നെഞ്ചുവേദന അനുഭവപ്പെട്ടു എന്ന് പറഞ്ഞു. ആരോടാണ് ഇത് പറഞ്ഞത്? അത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അദ്ദേഹം ഡോക്ടറായിട്ട് സംസാരിച്ചു. അപ്പം ഗ്യാസാണ് എന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് ചെക്ക് ചെയ്യണം, ECG എടുത്തിട്ട് ചെക്ക് ചെയ്യണം, എന്നിട്ടാണ് നമ്മളത് തീരുമാനിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞതാണ്. ലൊക്കേഷനിൽ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് ഹോസ്പിറ്റലിൽ കയറി ഡോക്ടറെ കണ്ടിട്ട് പോരാന്നുള്ള ഉദ്ദേശത്തിലാണ് അദ്ദേഹം നിന്ന്. ഇന്നലെ ശരിക്കും പറഞ്ഞ ഷൂട്ടിംഗ് കഴിഞ്ഞ് അദ്ദേഹം തിരിച്ചെത്തേണ്ട സമയത്താണ് ഈ മരണം. ശരിക്കും ഇന്ന് ഡോക്ടറിനെ അദ്ദേഹം കാണേണ്ടതായിരുന്നു. ഇന്നലെ രാത്രി അദ്ദേഹം ഡോക്ടറെ കണ്ടിട്ട് തിരിച്ചു വരുവുള്ളായിരുന്നു. ദൈവവിശ്വാസിയും കൂടിയായിരുന്നു. തീർച്ചയായും. നമസ്കാരവും അതുപോലെ തന്നെ രാവിലെ വെളുപ്പിന് നടക്കുക, നീന്തൽ, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ആക്റ്റീവായിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൃത്യമായ ഒരു ചിട്ടയോടുകൂടി വ്യായാമക്രമം ഉണ്ടായിരുന്ന ആൾക്ക് ഒരു കൃത്യമായ വ്യായാമക്രമം തന്നെ നടന്ന് തിരിച്ചു വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പറമ്പിൽ അത്യാവശ്യം കൃഷി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്ത് അങ്ങനെ വളരെ ഒരു ആർഭാടകരമായ ഒരു ജീവിതം, ഒരു മിതമായ ഒരു ജീവിതവും വളരെ ലാളിത്യം നിറഞ്ഞൊരു ജീവിതമായിരുന്നു. നമ്മുടെ ഈ പ്രദേശത്തുള്ള ഏതൊരു വീട്ടിലെ ഏതൊരു ആവശ്യത്തിനും അദ്ദേഹം കുടുംബപരമായിട്ട് തന്നെ അവിടെ എത്തിച്ചേരുവാറുണ്ട്. ശരിക്കും മിനിയാന്നാണ് പുള്ളി ഇതിൽ പാസ് ചെയ്യണത് ഞങ്ങൾ കണ്ടത്. ഞങ്ങൾ രണ്ടുപേരും എൻ്റെ ഫ്രണ്ടും നിൽക്കുന്ന സമയത്താണ് പുള്ളി ഷൂട്ടിന് വേണ്ടി പോയത്. പുള്ളി ഒരു ഹോൺ അടിക്കലും ഒരു പ്രത്യേകതര ഒരു ബ്ലെസ്സിങ് പോലെ ഒരു ഇത് ചെയ്തിട്ടാണ് പുള്ളി പോണത്. നമ്മളെല്ലാവരും ഒന്ന് മൈൻഡ് ചെയ്തിട്ടാണ് പുള്ളി പോണത്. പിന്നെ ഒരു പ്രത്യേക ഒരു ജാടയും ഒരു ഒന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് പുള്ളി. ഒരു എല്ലാവരോടും പെട്ടെന്ന് മിങ്കിളാവും. കേട്ടപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഷോക്കായി പോയി ഞങ്ങളെല്ലാവരും. ആദ്യം ഞങ്ങളൊരു ഫേക്ക് ന്യൂസ് ആണെന്ന് വിചാരിച്ചത്. കാരണം ഞങ്ങൾക്ക് പെട്ടെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങളുടെ കൂടെ പലപ്പോഴും നവാസിനെ കണ്ടിട്ടുണ്ട് അല്ലേ? നല്ലൊരു സുഹൃത്തായിരുന്നു, നല്ലൊരു ഫ്രണ്ടായിരുന്നു. കാര്യങ്ങളൊക്കെ സംസാരിക്കുകയും എല്ലാ കാര്യത്തിനും സഹകരിക്കുകയും അതുപോലെ തന്നെ എന്ത് കാര്യം പറഞ്ഞാലും പുള്ളി അപ്പോൾ ഒന്ന് ചെയ്തതൊക്കെ ചെയ്യുന്നത് ഭയങ്കര വിഷമമുണ്ട്. അതുപോലെ തന്നെ ഒരു സിനിമാടൻ്റെ വീട്ടിലെ പോലെയല്ല, അവരുടെ വീട്ടിലെ ഗേറ്റൊക്കെ എപ്പോഴും തുറന്നിട്ടേക്കാണ്. വാഴക്കുളത്ത് തന്നെ പ്രീമിയർ ലീഗിന്റെ പ്രോഗ്രാമിന് അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം ഫ്രീ ആയിട്ടാണ് വന്ന് ചെയ്തത്. ഓർക്കണില്ലേ? ഒരു പേയ്മെന്റോ നാട്ടുകാരോട് അത്ര അടുപ്പത്തിൽ